നേവിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ITI കഴിഞ്ഞ ഫ്രഷറായിട്ടുള്ള ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. വിവിധ ട്രേഡിലായിട്ട് വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട. എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, അതോടൊപ്പം എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, എന്താണ് നമുക്കിതിൽ കയറി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടൈമിൽ നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മുടെ സോഷ്യൽ മീഡിയാസിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാത്തിനും ഈ ഒരു നെയിം തന്നെയാണ്. GOCL എജുലാൻ ടൈപ്പ് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കറക്റ്റായിട്ട് ലഭിക്കും. നമുക്ക് നേരെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങളുടെ കാണാം മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നേവി എന്ന് പറഞ്ഞിട്ട്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ട്രേഡ് അപ്രൻറ്റീസസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. 2025-26 ബാച്ചിലേക്കാണ്. ഇത് എവിടെയാണ് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ നേവൽ ഷിപ്പ് റിപ്പയർ യാർഡ്, അതുപോലെ നേവൽ എയർക്രാഫ്റ്റ് യാർഡ്, നേവൽ ബേസ് കൊച്ചിയിലാണ് കേട്ടോ. അതിൻ്റെ വേക്കൻസി കേരളം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന നേവൽ ഷിപ്പ് റിപ്പയർ യാർഡും അതുപോലെ നേവൽ എയർക്രാഫ്റ്റ് യാർഡിലേക്കുമായിട്ടാണ് ട്രേഡ് അപ്രൻറ്റീഷിപ്പ് 2025-26 ബാച്ചിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ട്രേഡുകൾ വിളിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം. കോപ്പ വിളിച്ചിട്ടുണ്ട് 14 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 26, ഇലക്ട്രോണിക് മെക്കാനിക്ക് 15 വേക്കൻസി, ഫിറ്റർ 33 വേക്കൻസി, മെഷീനിസ്റ്റ് 9 വേക്കൻസി, MMV 8 വേക്കൻസി, ദെൻ മെക്കാനിക് R&AC 6 വേക്കൻസി, ടേണർ 8 വേക്കൻസി, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 15, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് 12, ഫൗണ്ടറിമാൻ 1 വേക്കൻസി, ഷീറ്റ് മെറ്റൽ വർക്കർ 17, ഡ്രാഫ്റ്റ്മാൻ സിവിൽ 3 വേക്കൻസി, ഡ്രാഫ്റ്റ്മാൻ മെക്ക് 2 വേക്കൻസി, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 7 വേക്കൻസി, ദെൻ ഇലക്ട്രോപ്ലേറ്റർ 3 വേക്കൻസി, പ്ലംബർ 4 വേക്കൻസി, മെക്കാനിക് ഡീസൽ 25 വേക്കൻസി, ടൈലർ ജനറൽ 3 വേക്കൻസി, മെക്കാനിക് റേഡിയോ ആൻഡ് റഡാർ എയർക്രാഫ്റ്റ് 4 വേക്കൻസി, പെയിൻറ്റർ ജനറൽ 8 വേക്കൻസി, ഷിപ്പ്രൈറ്റ് വുഡ് 17 വേക്കൻസി. ആകെ മൊത്തം 240 വേക്കൻസിയിലേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് SSLC 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. മിനിമം 50% മാർക്കോട് കൂടി നിങ്ങൾ SSLC പാസ്സായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ITI വേണം. അത് 65% മാർക്ക് നിങ്ങൾക്ക് ITIയിലും വേണം മിനിമം. ഇങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം SSLC 50%, ITIയിൽ 65% മാർക്ക് വേണം. ITI നിങ്ങൾക്ക് ഏത് കൗൺസിലാണെങ്കിലും അപ്ലൈ ചെയ്യാം. NCVT ആണെങ്കിലും അപ്ലൈ ചെയ്യാം, SCVT ആണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി 1 ഇയർ ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം, 2 ഇയർ ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിൽ നിങ്ങൾ 65% മാർക്കോടുകൂടി ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SSLCയിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്, ഇതിലേക്ക് നമുക്ക് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് എത്ര ഏജ് ആണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിൽ യാതൊരു പ്രശ്നമില്ല. നിങ്ങൾ ഈ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. മിനിമം ഏജ് 18 ആയിരിക്കണം. ഇപ്പോൾ നോർമലി അത് നോൺ ഹസഡസ് ആയുള്ള ആ ഒരു മേഖലയിലാണെങ്കിൽ 14 അപ്ലൈ ചെയ്യാം. പക്ഷേ നമുക്കിവിടെ ഹസഡസ് ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മേഖലയിലേക്കാണെങ്കിൽ മിനിമം നമുക്ക് 18 ഏജ്. അപ്പോൾ 1 ജൂൺ 2025 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിങ്ങൾക്ക് മിനിമം 18 കഴിഞ്ഞിരിക്കണം കേട്ടോ. 18 തികഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ITI ഒക്കെ കഴിഞ്ഞവർക്ക് എന്തായാലും 18 കഴിഞ്ഞിട്ടുണ്ടാവും. അതിലേക്ക് സംശയമൊന്നുമില്ല. മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ല കേട്ടോ അതിൽ. ഇനി മാക്സിമം ഏജ് ലിമിറ്റ് 18 പറഞ്ഞ് വരരുത്. അങ്ങനെ പലരും വീഡിയോ ഒന്നും മുഴുവൻ കാണാൻ നിൽക്കില്ല. വെറുതെ ഇതൊക്കെ കണ്ടിട്ട് കൺഫ്യൂഷൻ ആക്കും, ബാക്കിയുള്ളവരെ കൺഫ്യൂഷൻ ആക്കും. അപ്പോൾ എല്ലാവരും വിചാരിക്കും 18 വിചാരിച്ച് എന്ത് ചെയ്യും, ആ ഒരു അപേക്ഷ സമർപ്പിക്കാതെ പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ ഇവിടെ അപ്പർ ഏജ് ലിമിറ്റ്, മാക്സിമം ഏജ് ലിമിറ്റ് ഇവിടെ ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് എത്ര ഏജ് ആണെങ്കിലും അത് പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അതിന് കുറച്ച് കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയാം. ഇനിയും കുറച്ച് കണ്ടീഷൻസ് പറയാനുണ്ട്. മിനിമം ഏജ് ലിമിറ്റ് നമുക്ക് 18 കഴിഞ്ഞിരിക്കണം, പൂർത്തിയായിരിക്കണം 1 ജൂൺ 2025 കേട്ടോ. മാക്സിമം ഏജ് ലിമിറ്റ് അത് നിങ്ങൾക്ക് അപ്ലിക്കബിൾ അല്ല. നിങ്ങൾക്ക് എത്ര ഏജ് ആണെങ്കിലും പ്രശ്നമില്ല. ഇനി ഇതാണ് ഒരു കണ്ടീഷൻ. പ്രീവിയസ് ട്രെയിനിങ്, അതായത് നിങ്ങൾ ഓൾറെഡി അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരോ അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ അങ്ങനെയൊക്കെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതാണ് ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഏജൊന്നും പ്രശ്നമില്ല മാക്സിമം. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഒരു അപ്രൻറ്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരോ ഓൾറെഡി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ ഏത് അപ്രൻറ്റീഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, നിങ്ങൾ ഏത് അപ്രൻറ്റീഷിപ്പ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഈ നിങ്ങൾ പറയുന്ന ആ ട്രേഡിൽ. ഇനി ഇതിൻ്റെ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ SC OBCക്കൊക്കെ റിസർവേഷൻ ഉണ്ടായിരിക്കും നിശ്ചിത പോസ്റ്റ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അപേക്ഷയോടൊപ്പം നിങ്ങൾ സമർപ്പിക്കണം. വാലിഡ് ആയിട്ടുള്ള എല്ലാം സെൻട്രൽ ഗവൺമെൻറ് താലൂക്ക് തഹസിൽദാർ ഇഷ്യൂ ചെയ്തായിരിക്കണം. ഈ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് നിശ്ചിത റിസർവേഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ട് അവരും ഇതിൻ്റെ കൂടെ അയച്ചു കൊടുക്കണം. ഇനി
എക്സ് സർവീസ്മാൻ അവർക്കൊക്കെ എന്താണ്, അവർക്കും അവരുടെ മക്കൾക്കൊക്കെ നിശ്ചിതമായുള്ള റിസർവേഷൻ റിലാക്സേഷനൊക്കെ ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്, ബൈ പോസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ ഈ പറയുന്ന NSRY കൊച്ചിയിൽ എത്തേണ്ട അവസാന തീയതിയാണ് 25 മാർച്ച് 2025. 25 മാർച്ച് 2025 ഈ പറയുന്ന നമ്മുടെ അപേക്ഷ അവിടെ എത്തേണ്ടത്. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് ആണ് നമ്മുടെ അപേക്ഷ നടത്തേണ്ട NSRYയിൽ. ഓക്കെ, അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് സ്കൂൾ NSRYയിൽ എത്തേണ്ട അവസാന തീയതിയാണ് ഈ പറയുന്ന മാർച്ച് 25 എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സെലക്ഷൻ പ്രോസസ്സ് ആണ്, അതിലേക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ റിട്ടേൺ ടെസ്റ്റിന് വിളിക്കും. റിട്ടേൺ ടെസ്റ്റിൽ OMR ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. 75 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അതിൽ 50 മാർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അതത് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് തിയറിയാണ് ചോദിക്കുക. ഓക്കെ, ഇപ്പോൾ വെൽഡർ ആണെങ്കിൽ വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള തിയറീസാണ് ചോദിക്കുക കേട്ടോ. ഇനി മറ്റ് 10 മാർക്ക് വരുന്ന ജനറൽ സയൻസ് ചോദിക്കും. പിന്നെ അതൊക്കെ നിങ്ങളൊരു 10ാം ക്ലാസ് ബേസ് ചെയ്തുള്ള ലെവലിലൊന്ന് നോക്കിയാൽ മതി. പിന്നെ GKയും ഇംഗ്ലീഷ് ലാംഗ്വേജും പാടെ 15 മാർക്ക്, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ജനറൽ സയൻസും മാത്തമാറ്റിക്സും പാടെ 10 മാർക്ക്, പിന്നെ ഇംഗ്ലീഷും GKയും പാടെ 15 മാർക്ക്, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വെയിറ്റേജ് വരുന്നത് മാർക്ക്. അങ്ങനെ ടോട്ടൽ 25. പിന്നെ ഇവിടെ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഈ പറയുന്ന കൊച്ചിയിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇവിടെ നെഗറ്റീവ് മാർക്കൊന്നുമില്ല. ഓക്കെ, നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് എല്ലാ ആൻസറും ചെയ്യാൻ ശ്രമിക്കുക. എന്നാലും നിങ്ങൾ എക്സാം എഴുതുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ വായിക്കണം. പിന്നെ ഇൻ്റർവ്യൂ ആണ് ഉണ്ടാവുക. റിട്ടേൺ ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിൽ വേറെ 5 മാർക്ക് NCC അല്ലെങ്കിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് ഒരു 5 മാർക്ക് വെയിറ്റേജ് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ NCC അല്ലെങ്കിൽ സ്പോർട്സിൽ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5 മാർക്ക് അഡീഷണലായിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ടോട്ടൽ 100 മാർക്കിൻ്റെ ഒരു സെലക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താലാണ്. അതിൻ്റെ കൂടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എക്സാമിനേഷൻ ഷെഡ്യൂൾ ഇവിടെ പറയുന്നുണ്ട്. എക്സാം നടക്കുന്ന ഏകദേശം ഡേറ്റ് മെയ് 20 എക്സാം നടക്കുന്നത്. ചിലപ്പോൾ അങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും, എന്നാലും മെയ് 20 ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി ഇതിൻ്റെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് 1 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 7,700 രൂപയാണ് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുക. 2 വർഷം ITI കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 8,080 രൂപയാണ് അവർക്ക് ലഭിക്കുക കേട്ടോ. 2 വർഷം ഡ്യൂറേഷൻ ITI കഴിഞ്ഞവരാണെങ്കിൽ. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഫ്രീ ആയിരിക്കും അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. പിന്നെ സ്പോർട്സ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ്, അതായത് നിങ്ങൾക്ക് അപ്രൻറ്റീസ്ഷിപ്പ് ടൈമിൽ നിങ്ങൾക്ക് അവിടെ ഔട്ട്ഡോർ ഇൻഡോർ ആയുള്ള ഗെയിംസിലൊക്കെ അവിടെ പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ട്രെയിനിങ് ഒക്കെ ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് അവിടെ ക്യാൻറ്റീൻ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ചെറിയ രീതിയിലൊക്കെയുള്ള ചാർജൊക്കെ കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു കുറഞ്ഞ എന്തോ അക്കോമഡേഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പിന്നീട് അവരെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്താണ് അവരതിൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്. ഇനി ഇവിടെ ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തുടങ്ങുന്ന ജൂലൈ ആയിരിക്കും കേട്ടോ. 2025 ജൂലൈയിൽ നിങ്ങളുടെ ട്രെയിനിങ് അപ്രൻറ്റീസ്ഷിപ്പ് സ്റ്റാർട്ടാവും. ഇമ്പോർട്ടൻറ്റ് നോട്ടീസാണ് ഇതിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപേക്ഷയോടൊപ്പം വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് പരിഗണിക്കും കേട്ടോ. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് പരിഗണിക്കും. റിസർവേഷൻ ഒന്നും ലഭിക്കില്ല എന്ന് സാരം. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാം ഇന്ത്യൻ നേവി റിക്രൂട്ട്മെൻറ്റ് 2025 എന്നിട്ട് നിങ്ങൾക്ക് കാണാം. താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യാം നിങ്ങൾ. ഓക്കെ, ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്കിവിടെ കാണാം നോട്ടിഫിക്കേഷൻ കാണാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്നെയാണ്. നോട്ടിഫിക്കേഷൻ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഏകദേശം എത്രാമത്തെ പേജ് എന്നും പറയാം. അതാ 6ാമത്തെ പേജ് മുതലാണ് ഇത് തുടങ്ങുന്നത് ആപ്ലിക്കേഷൻ. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. 6ഉം 7ഉം 2 പേജാണ്. ഈ 2 പേജ് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് വേണം ഫില്ല് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ രജിസ്റ്റർ നമ്പർ ഇത് ഓഫീസ് യൂസ് ആണ്. ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് കേട്ടോ. ഓക്കെ, ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾക്കിവിടെ കാണാം. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്രൻറ്റീസ് ട്രെയിനിങ് സ്കൂൾ നേവൽ ഷിപ്പ് റിപ്പയർ യാർഡ് കൊച്ചി. ഇതാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ്. ഇവിടെ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫോടെ ഒട്ടിക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ ഗസറ്റഡ് ഓഫീസർ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ITIയിൽ നിങ്ങളെ പഠിപ്പിച്ച പ്രിൻസിപ്പാൾ, ഇവരെ കൊണ്ട് ആരെങ്കിലും ഒരാൾ മതി. ഒന്നെങ്കിൽ ഗസറ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സമീപത്തുള്ള സ്കൂളിലെ ഹയർ സെക്കൻഡറിയിലെ സീനിയർ അധ്യാപകർ ഗസറ്റഡ് ആണ്, ഗവൺമെൻറ്. ഓക്കെ, അവിടുത്തെ പ്രിൻസിപ്പാൾ.
ഇനി അതല്ല നമ്മുടെ ഹൈസ്കൂളിൽ പ്രിൻസിപ്പൽ ഗസറ്റഡ് ആണ് ഗവൺമെൻറ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൃഷി ഓഫീസർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച സ്ഥാപനത്തിലെ പ്രിൻസിപ്പാൾ എന്ത് ചെയ്താൽ മതി, അറ്റസ്റ്റ് ചെയ്താലും മതി. നിങ്ങളെ ഫോട്ടോ അവിടെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ അറ്റസ്റ്റ് ചെയ്താൽ മതി. ഏത് ട്രേഡിനാണ് അപ്ലൈ ചെയ്യുന്നത്, ഓക്കെ, ഇപ്പോൾ ഏതിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിൻ്റെ കോപ്പയാണെങ്കിൽ കോപ്പാന്ന് ഇവിടെ എഴുതി കൊടുക്കുക. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അതേപോലെ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിലൂടെ എഴുതി കൊടുക്കുക. നിങ്ങളുടെ മെയിൽ ഓർ ഫീമെയിൽ അയച്ചാൽ നിങ്ങൾ ടിക്ക് ചെയ്യുക. ഫാദറിൻ്റെ പേര് ഇവിടെ അതുപോലെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ നല്ല വൃത്തിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അതേപോലെ കൊടുക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ SSLC ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക, മാക്സിമം മാർക്ക്, ദെൻ മാർക്സ് ഒബ്റ്റൈൻഡ്, പെർസെൻറ്റേജ് ഓഫ് മാർക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, കാരണം നമുക്ക് ഗ്രേഡ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. നിങ്ങൾ GOCL എഡ്യൂലാൻഡ് എന്ന് ഗൂഗിൾ ചെയ്താൽ മതി. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഗൂഗിൾ ചെയ്താൽ ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക, ഈസി ടൂൾസ് എന്നിട്ട് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും SSLC പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ എന്ന്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഞാൻ ഇതിലൊരു വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇതാ വാച്ച് ഓൺ യൂട്യൂബ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ പെർസെൻറ്റേജ് ആവറേജ് നമുക്ക് കാണാൻ പറ്റുള്ളൂ, എങ്ങനെയാണ് നമുക്ക് കാണാൻ ആ ആവറേജ് പെർസെൻറ്റേജ് കണ്ടാൽ നമ്മുടെ മാർക്ക് ആവറേജ് മാർക്ക് നമുക്ക് കാണാൻ പറ്റും കിട്ടിയാൽ അതെങ്ങനെയാണ് കാണാമെന്നുള്ള വീഡിയോ ഈ വീഡിയോ ആണത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് കൊടുക്കാം ആവറേജ്. ഇനി അതെല്ലാം നിങ്ങളെ എക്സാക്റ്റ് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പരീക്ഷ ഭവനിൽ കോൺടാക്ട് ചെയ്യണം, നിങ്ങളുടെ സ്കോർ കാർഡ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇനി ITIൻ്റെ ഡീറ്റെയിൽസാണ്, ITIയുടെ തിയറീൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ITI പ്രാക്ടിക്കലിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, സെപ്പറേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നെയിം ഓഫ് ദ ITI വിത്ത് അഡ്രസ്സാണ്, അതായത് നിങ്ങൾ പഠിച്ച ITIയുടെ സ്ഥാപനം, ITI സ്ഥാപനം ഉണ്ടല്ലോ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ അയച്ചാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് വിത്ത് ഫുൾ അഡ്രസ്സും ഇവിടെ കൊടുക്കുക. നിങ്ങൾ കാറ്റഗറി ഏതാച്ചാൽ SC/ST OBC ജനറൽ ഏതാച്ചാൽ നിങ്ങളത് ടിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഫിസിക്കലി ചാലഞ്ചഡ് ആയുള്ള, അതായത് ശാരീരിക പ്രശ്നങ്ങളുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ ആംഡ് ഫോഴ്സസ് അല്ലെങ്കിൽ എക്സ് സർവീസ്മെൻ്റെ മക്കളോ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. NCC അല്ലെങ്കിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. അഡ്രസ്സ് കൊടുക്കേണ്ടത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്, നിങ്ങളുടെ പ്രോപ്പറായുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക. ദെൻ മൊബൈൽ അല്ലെങ്കിൽ ലാൻഡ് നമ്പർ അത് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, നമ്മുടെ സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊടുക്കുക. ദെൻ ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ID നിങ്ങൾ കറക്റ്റായിട്ട് മെയിൽ ID കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഡിക്ലറേഷൻ വായിക്കുക. എന്നിട്ട് നിങ്ങൾ എന്നാണത് കൊടുക്കുന്നത് വെച്ചാൽ ഡേറ്റ് കൊടുക്കുക, സിഗ്നേച്ചർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി നമ്മൾ അയച്ചു കൊടുക്കണം. ഓക്കെ, നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. ആ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ കൂടെ അയക്കണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ വലിയൊരു A4 സൈസിലുള്ള ഒരു എൻവലപ്പ്, അതായത് ഒരു പോസ്റ്റൽ കവർ വാങ്ങുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ അപേക്ഷ ഫില്ല് ചെയ്തിട്ട് ഈ അപേക്ഷയുടെ കൂടെ ഈ പോസ്റ്റൽ കവറിൻ്റെ ഉള്ളിലേക്കായിട്ട് 2 എക്സ്ട്രാ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 2 എണ്ണം, അതായത് നമ്മളിവിടെ ഒട്ടിക്കുന്നില്ല, മുകളിൽ ഒട്ടിക്കുന്നില്ലേ, അതേ സെയിം ഫോട്ടോഗ്രാഫ് എക്സ്ട്രാ 2 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന എൻവലപ്പിൽ ഇടണം, നമ്മുടെ അപേക്ഷയുടെ കൂടെ വെക്കണം. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വെക്കണം. SSLC മാർക്ക് ഷീറ്റ്, അത് ഡേറ്റ് ഓഫ് പ്രൂഫിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, പിന്നെ ITI മാർക്ക് ലിസ്റ്റ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വേണം. കമ്മ്യൂണിറ്റി SC/ST OBC ഏതെങ്കിലും കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ ഈ പറയുന്ന PWD സർട്ടിഫിക്കറ്റ് വെക്കണം, അല്ലാത്തവർ വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും വെക്കേണ്ടതാണ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. ഈ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒന്നെങ്കിൽ ഗസറ്റഡ് ഓഫീസറുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് വാങ്ങാം. അതല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാങ്ങാം. നിങ്ങൾ പഠിക്കുന്ന ITIന്ന് നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ITI ഒക്കെ പഠിച്ച് കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്യാരക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റൊക്കെ ഏതെങ്കിലും ഫോമൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലോ നമ്മുടെ എന്താ പറയുക വാട്സപ്പ് ചാനലൊക്കെ ഉണ്ടല്ലോ, അതിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫോർമാറ്റ് വേണമെങ്കിൽ ഇട്ടുതരാം. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവരെ കൊണ്ട് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് നമ്മൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വാങ്ങാം, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് വാങ്ങാം. ഓക്കെ, അത് നിർബന്ധമാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും. ഇനി NCC അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഇനി അതുപോലെ തന്നെ എക്സ് സർവീസ്മെൻ അവരുടെ ഇതാണെങ്കിൽ അതിനനുസരിച്ച് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും വേണ്ടതാണ് ഈ പറയുന്ന പാൻ കാർഡ് ആൻഡ് ആധാർ കാർഡ് മസ്റ്റായിട്ടും വേണം കേട്ടോ. പാൻ കാർഡും വേണം, ആധാർ കാർഡും വേണം, രണ്ടും വേണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം
നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യണം. ഇവിടെ അറ്റസ്റ്റഡ് എന്നാണ് പറയുന്നത്, അത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റഡ് ഓർ ഗസറ്റഡ് അറ്റസ്റ്റഡ് എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളൊരു ഉറപ്പിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് തന്നെ അറ്റസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഉത്തമം. ഇനി സാധാരണ നമുക്ക് ഗസറ്റഡ് അറ്റസ്റ്റ് ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് സെൽഫ് അറ്റസ്റ്റ് ചെയ്താലും നമുക്കത് ട്രൂ കോപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ പേര് എഴുതി ഒപ്പിട്ട് ഡേറ്റ് എടുത്ത് ഇതാക്കിയാൽ അത് അറ്റസ്റ്റഡ് ആണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കിവിടെ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. നിങ്ങളൊരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് വേണമെങ്കിൽ അറ്റസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി എടുത്ത് ആവശ്യമുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ളൊരു അപേക്ഷ ആകുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞ അഡ്രസ്സിലേക്ക് നിങ്ങളിതാ ഇവിടെ അഡ്രസ്സ് ഉണ്ട്, സോറി ഇതാണ് അഡ്രസ്സ് കേട്ടോ. അപ്രൻറ്റീസ് ട്രെയിനിങ് സ്കൂൾ, നേവൽ ഷിപ്പ് റിപ്പയർ യാർഡ്, കൊച്ചി. ഓക്കെ, 682004 ഇതിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അതെല്ലാം നമുക്ക് വേറെ അവർ അഡ്രസ്സും തന്നിട്ടില്ല. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫോമിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് കേട്ടോ. ഇതൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ വന്നിട്ട് ചോദിക്കുക കേട്ടോ. ഓക്കെ, യെസ്, ഓക്കെ, എല്ലാം നമ്മൾ പറഞ്ഞ മാതിരി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ എഡിറ്റിംഗ് ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് നോക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. ഞാൻ അതുകൊണ്ടാണ് മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു അപ്രൻറ്റീഷിപ്പിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു ഐ ടി കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ചെറിയ കമ്പനിയിലൊക്കെ കയറാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള നേവിയുടെ അണ്ടറിലുള്ള ഇത്തരം ഷിപ്പ് റിപ്പയർ യാർഡിലൊക്കെ നമുക്കൊരു ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒരു എൻട്രി ആയിരിക്കും നമുക്ക് ഇതിലൂടെ കയറാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾ ITI പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന നമ്മുടെ ഏറ്റവും വളരെ കോൺഫിഡൻഷ്യലൊക്കെ ആയിട്ടുള്ള ഇത്തരം മിനിസ്ട്രി ഓഫ് ഡിഫൻസിനൊക്കെ കീഴിലുള്ള ഇത്തരം വലിയൊരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് നല്ല ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു ഇൻഡസ്ട്രി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന ഒരവസരമായിട്ടൊന്ന് നിങ്ങൾക്ക് ഇതിനെ മുതലെടുക്കാം. അത് മാത്രം അവസരം എന്ന് പറഞ്ഞാൽ മാത്രം തള്ളിക്കളയാൻ പറ്റില്ല. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിത് അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, അപ്രൻറ്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്താൽ ടെസ്റ്റ് കഴിഞ്ഞാൽ നാഷണൽ അപ്രൻറ്റീഷിപ്പ് ടെസ്റ്റ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഫ്യൂച്ചറിൽ. അതുമാത്രമല്ല, ഇതിൽ കരാറടിസ്ഥാനത്തിലും പെർമനൻറ്റ് വാക്കൻസി അങ്ങനെയൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ വരാറുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന ഇവിടെ നമുക്ക് അപ്രൻറ്റീഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. ഓക്കെ, ഈ അപ്രൻറ്റീഷിപ്പ് മാൻഡറ്ററി അല്ലെങ്കിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് മറ്റൊരു ബെനിഫിറ്റ്. പിന്നെ കോൺട്രാക്ട് ബേസിലൊക്കെ വേക്കൻസി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് അവിടെയുള്ള കുറേ ആളുകളുണ്ടാവും, അവരായിട്ടുള്ള കോൺടാക്റ്റൊക്കെ മനസ്സിലാക്കി നമുക്ക് അതിലൂടെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം മനസ്സിലാക്കി വെക്കാനും ഫ്യൂച്ചറിൽ എന്തെങ്കിലും വേക്കൻസി വരാനുണ്ടോ എന്നൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ നമുക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിലുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റായിട്ട് നിങ്ങൾ കൂട്ടേണ്ടത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.